നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയെ ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്ന് കെപിസിസി പ്രസിഡന്റ് എം ഹസൻ. അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നത് ഇഡിയെ പേടിച്ചല്ല, മറിച്ച് RSS വലയത്തിലായതിനാലാണെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക പിൻവലിക്കണമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റംസാൻ സന്ദേശം എന്ന പുസ്തകത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയെ ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് M ഹസൻ. ഇത് BJPയുടെ പ്രകടന പത്രികയിൽ തെളിയുന്നുണ്ടെന്നും M ഹസൻ കോഴിക്കോട് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് സാധിക്കും? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മോദി 2014-ലും 2019-ലും ഓരോ പരിപാടികളായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം അതുപോലുള്ളത് അതിന്റെ അവസാനത്തെ പ്രഖ്യാപനമാണ് ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്. അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് പറയാതെ പറയുന്ന 2-3 ഇതുണ്ട്. എന്താണ്? ഒരു പാർട്ടി, ഒരു മതം, ഇത് പറയാതെ, അതാണ് യൂണിഫോം സിവിൽ കോഡിന്റെ. ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി എന്ന ഏക പാർട്ടി ഭരണത്തിലേക്കും ഇന്ത്യയെ ഒരു ഏക മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ സംഘപരിവാറിന്റെ അജണ്ട, അതാണ് ഇപ്പോൾ ഈ ഇന്നലത്തെ പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രകടന പത്രികയിലെ ഞാൻ ഗുണകരണ ചെട്ടുകൊട്ടാരം എന്ന് പറയാൻ കാരണം, പ്രകടന പത്രികയിൽ പ്രധാനമായ ഒരു വാഗ്ദാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നതാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. 10 കൊല്ലമായി പറഞ്ഞതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. ഇന്ത്യയിലെ ജനങ്ങളെ പരിഹസിക്കുകയാണോ അതോ ഇന്ത്യയിലെ ജനങ്ങളെ ഒരു തരത്തിൽ അവരെ കളിയാക്കുകയാണോ? 2014-ലും 2015 ആദ്യം പറഞ്ഞതെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ വിൽക്കും എന്നല്ലേ പറഞ്ഞത്. 110 രൂപയായി ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സമരം ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത. കമ്മീഷണറെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. പക്ഷേ ഞാൻ അപ്പീല് കുറേ മാസങ്ങൾക്ക് മുന്നേ കൊടുത്തതാണ്. അവിടെ നിന്ന് ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സമാധാനമായിട്ടൊരു സമരം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പീഡിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടാണോ ഇന്നും ആവശ്യപ്പെട്ടത്? അതെ, അതാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത്. അതാണ് ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് എനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അതാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നും മറുപടി അവർ പറഞ്ഞത് ഞാൻ ആരെങ്കിലും ജീവന് എന്തെങ്കിലും ആപത്ത് ഉണ്ടാക്കുമെന്നോ അല്ല അവർക്ക് എന്തെങ്കിലും. കമ്മീഷണർക്ക് പരാതി നൽകാനെത്തിയ തന്നെ പൊതുജനത്തിനു മുന്നിൽ കാഴ്ചവസ്തുവാക്കിയെന്ന് ICO പീഡന കേസ് അതിജീവിത. കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കം നടക്കുന്നുണ്ട്. ഇത്തരമൊരു അനുഭവം ആദ്യത്തേതാണ്. നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പുറത്തു പറയുന്നു. എന്നാൽ തനിക്ക് നീതി നിഷേധിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അതിജീവിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത്
EDയെ പേടിച്ചല്ല, മറിച്ച് RSS വലയത്തിലായതിനാലാണെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മൃദു രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ സന്ദർഭത്തിലും അശോക് ഗെഹ്ലോട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇത് വിഷയമല്ല. മറ്റു സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഉത്തർപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. നെഹ്റുവിന്റെ മണ്ഡലമാണ് ഫുൽപൂർ. അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറേലി. ഇന്ദിരാഗാന്ധി ആവർത്തിച്ച് ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. രാജീവ് ഗാന്ധി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അമേത്തി. ഈ മണ്ഡലങ്ങളൊക്കെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ 2019 ഉത്തർപ്രദേശിൽ BJP ക്ലീൻ സ്വീപ്പായി സമ്പൂർണ്ണ വിജയം നേടി. പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ടതായിരുന്നു. ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ ക്യാമ്പയിൻ അദ്ദേഹം നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഈ അബദ്ധം ആവർത്തിക്കില്ലെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ 2019 തനിയാവർത്തനം ആണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവ്, ദേശീയ നേതാവായ ആനി രാജക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് EDയെ പേടിച്ചല്ല, നേതാക്കൾ RSS വലയത്തിലായതിനാലാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമുണ്ട്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് അല്ലെന്നും കോൺഗ്രസ് അജണ്ട തീരുമാനിക്കുന്നത് മറ്റെവിടെയോ ആണെന്നും അദ്ദേഹം ആരോപിച്ചു. RSSന്റെ വലയത്തിലാണ് കോൺഗ്രസ് എന്ന് ഏതാണ്ട് ബോധ്യമായിരിക്കാം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക പിൻവലിക്കണമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി. കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിലെ നിരക്കിനേക്കാൾ 35,000 രൂപ അധികമാണ് ഇവിടെ ഈടാക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് 3,37,000 രൂപയും കണ്ണൂർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർക്ക് 3,38,000 രൂപയും ചാർജ് ഈടാക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് 3,73,000 രൂപയാണ് ചാർജായിട്ട് ഈടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കടുത്ത നീതിനിഷേധമാണ്. സാധാരണക്കാരായിട്ടുള്ള ധാരാളം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഏർപ്പാടാവുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ അധിക ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടുന്ന കേന്ദ്രമായ കോഴിക്കോട് വിമാനത്താവളത്തിൽ 35,000 രൂപ അധിക ടിക്കറ്റ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ആവശ്യപ്പെട്ടു. കൊച്ചി വഴി 3,37,000 രൂപയും കണ്ണൂർ വഴി 3,38,000 രൂപയും നൽകുമ്പോൾ കോഴിക്കോട് വഴി യാത്ര ചെയ്യുന്നവർ 3,73,000 രൂപ നൽകണം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം അടിയന്തരമായി എടുക്കണമെന്ന് മുസ്തഫ കൊമ്മേരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വിമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം വനിതകൾക്കായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാതല ഉദ്ഘാടനം ഡയറക്ടർ ബേബി കിഴക്കേഭാഗം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതി പ്രകാരം ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വനിതാ ഹാപ്പിനെസ് ഉയർത്തുന്നതിനു വേണ്ടി 10,000 ഇരുചക്ര വാഹനങ്ങൾ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും CSR ഫണ്ട്, മാർക്കറ്റിംഗ് ഫണ്ട്, കൗഡ് ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തിയാണ് വിതരണം ചെയ്യുന്നത്. 1,20,000 രൂപ വിലയുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ 60,000 രൂപയ്ക്കാണ് നൽകുന്നത്.
കോഴിക്കോട് ജില്ലയിലെ വിതരണം ജവഹർ നഗർ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നിർവഹിച്ചു. 10,000 വണ്ടിയാണ് ഞങ്ങൾ 2023-24 വർഷത്തിൽ പദ്ധതിയിട്ടത്. അതിന്റെ കോഴിക്കോട് ജില്ലയിൽ ഫെബ്രുവരി 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയും അതിന്റെ വാഹനങ്ങൾ നമ്മൾ 100-300 വാഹനങ്ങൾ ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയുള്ള പ്ലാനിങ് ചെയ്തിരുന്നു. പക്ഷേ 1000 വാഹനങ്ങൾ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്യ രജിസ്ട്രേഷൻ കിട്ടിയത് കോഴിക്കോടാണ്. ആ വാഹനം ഫെബ്രുവരി 4-ാം തീയതി ഇവിടെ വിതരണം ചെയ്ത് തുടങ്ങി. അതിന്റെ ബാക്കിയുള്ള വാഹനത്തിന്റെ ഇനി 100-150 വാഹനം ഇനി കൊടുക്കാനുണ്ട്. ആ വാഹനത്തിന്റെ ലാസ്റ്റ് ഘട്ടമാണ് ഒരു ഘട്ടമാണ് ഇത് വിതരണം ചെയ്തത്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ പദ്ധതിയിൽ 56,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 56,000 രൂപ നിങ്ങളുടെ ഷെയറാണ്. ആ മറ്റേ 56,000 രൂപ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലയിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ അവരുടെ പിയൂൺ തൊട്ട് അതിന്റെ MD അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ വരെ അധ്വാനിച്ച പൈസ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി കിട്ടുന്നതാണ്. ആ 56,000 രൂപ അവരുടെ കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ 2% സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് കൊടുക്കണമെന്നുള്ള നിയമം നിലവിലുണ്ട്. അത് പ്രകാരം ഞങ്ങൾ പ്രോജക്റ്റ് കൊടുത്ത് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ 56,000 രൂപ തന്നെ 56,000 രൂപ ഒരു സമൂഹത്തിൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ കമ്പനിക്ക് ലാഭം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കമ്പനികളുടെ 2% കിട്ടുന്ന തുക കേരള നാഷണൽ NGO കോൺഫെഡറേഷൻ പ്രോജക്റ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത പൈസയാണ് നിങ്ങളുടെ കൈകളിൽ മാറി. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി P. സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജാനകി പ്രൊജക്ട് വിശദീകരിച്ചു. ജില്ലയിലെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ EDS, അവെയർ, കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സർവീസ് സൊസൈറ്റി, KGNS എന്നിവർ എടുത്ത ഓർഡർ പ്രകാരമുള്ള ഹോണ്ട ആക്ടിവ വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തപാൽ വകുപ്പിന്റെ വിഷു കൈനീട്ടം പദ്ധതിയുമായി സഹകരിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വിഷു കൈനീട്ടം നൽകി. ഗവൺമെന്റ് വയോജന മന്ദിരത്തിലെയും ആശാഭവനിലെയും അന്തേവാസികൾക്കാണ് കൈനീട്ടം നൽകിയത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും തപാൽ വകുപ്പും സംയുക്തമായി MDC ഭാരവാഹികളായ CA ബ്യൂട്ടി പ്രസാദ്, MV കുഞ്ഞാമു, പോസ്റ്റ് ഫോറം അംഗങ്ങളായ ഷെവലിയാർ C. ചാക്കുണ്ണി, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ സ്പോൺസർ ചെയ്ത വയോജന മന്ദിരം, ആശാഭവൻ എന്നിവിടങ്ങളിലെ മുഴുവൻ അന്തേവാസികൾക്കും വിഷു കൈനീട്ടം നൽകി. വെള്ളിമാടുകുന്ന് സാമൂഹ്യനീതി വകുപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MDC പ്രസിഡന്റും ഓൾഡ് ഏജ് ഹോം HMDC മുൻ ചെയർമാനും വൈസ് ചെയർമാനുമായ ഷെവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഇത്തരം ചടങ്ങുകൾ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സന്മനസ്സുള്ള വ്യക്തികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ആകർഷിക്കുന്നതിന് കൂടിയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. ആശുപത്രിയിലെ തിരക്കിൽ നിന്നും ഈ സത്കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇവിടെ എത്തിയതെന്നും ഈ കാലഘട്ടത്തിൽ ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ മറ്റു വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രചോദനമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യാതിഥി ഡോക്ടർ നാരായണൻ കുട്ടി വാര്യർ അഭിപ്രായപ്പെട്ടു. തപാൽ വകുപ്പ് കേരളത്തിനകത്ത് നടത്തുന്ന വിഷു കൈനീട്ടം പദ്ധതി മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ കോഴിക്കോടാണ് ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞതെന്ന് കോഴിക്കോട് ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസേഴ്സ് ശ്രീമതി V. ശാരദ പറഞ്ഞു. വയോജന മന്ദിരത്തിലെ അന്തേവാസികൾക്ക് മിഷ് ചെയർമാനും മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രനും, ആശാഭവനിലെ അന്തേവാസികൾക്ക് MDC UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദും വിഷു കൈനീട്ടം നൽകി. വയോജന മന്ദിരത്തിലും ആശാഭവനിലും ചടങ്ങുകളിൽ പങ്കെടുത്ത ജീവനക്കാർക്കും സദസ്യർക്കും മിസ് ജനറൽ കൺവീനർ PK അഹമ്മദ് സ്പോൺസർ ചെയ്ത പായസ വിതരണം വൈസ് ചെയർമാൻ ഡോക്ടർ K. മൊയ്തു നൽകി. റവറന്റ് ഫാദർ ഫിലിപ്പ് ജോൺ കവിത ആലപിച്ചു. MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഖജാൻജി MV കുഞ്ഞാമു, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഫിലിപ്പ് K. ആന്റണി, സെക്രട്ടറി PI അജയൻ, നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം, തപാൽ വകുപ്പ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് N. സത്യൻ, ഡോക്ടർ കുഞ്ഞമ്മ തോമസ് എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആശാഭവൻ സൂപ്രണ്ട് ശ്രീമതി M. ഐശ്വര്യ സ്വാഗതവും ഓൾഡ് ഏജ് ഹോം മാട്രൺ PK സജിനി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റംസാൻ സന്ദേശം എന്ന പുസ്തകത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ചടങ്ങ് സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു.
രാമനാട്ടുകര നേതാജി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റമസാൻ സന്ദേശം പുസ്തകത്തിന്റെ ബ്രോഷർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗം എസ് പ്രിയ പ്രകാശനം ചെയ്തു. PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലേക്ക് ഒരാൾ പാസ്ബുക്കായിട്ട് കയറിപ്പോയാൽ മടങ്ങി വരുമ്പോൾ ഒന്നുകിൽ പാസ്ബുക്കിലെ കാശ് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവും. എന്തൊന്നും സംഭവിക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിലവിലുള്ള സ്നേഹത്തിൻ്റെ യൂണിറ്റ് കൂട്ടാനല്ലേ വർത്തമാനം പറയേണ്ടത്? 50 യൂണിറ്റ് ഇപ്പം എന്നോട് സ്നേഹമുള്ള ഒരാളെ കണ്ടിട്ട് അത് എങ്ങനെ 60 ആക്കാൻ പറ്റുമെന്ന് വേണ്ടേ ഞാൻ ചിന്തിക്കാൻ? ഇന്ന് സംഭവിക്കുന്ന എന്താ? ആ 50 യൂണിറ്റ് ഉള്ളത് 2 കുശലം ചോദിച്ച് ഞാൻ മടങ്ങുമ്പോഴേക്കും അയാൾ അതിനെ 10 ആക്കി ചുരുക്കും. കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ, ക്ഷീണിച്ചു പോയല്ലോ, മാരകമായ അസുഖം വല്ലതും വന്നോ, കുശലാണ്. അയാൾ മാറ്റു ഓർത്തില്ലേ? അയാൾ വിഷയം മാറ്റി. മകൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് പാസ്സായി, നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായിട്ട് എന്താ കാര്യം? ആ തെക്കേപ്പാട്ട രാമൻകുട്ടിക്ക് വലിയ മാർക്കൊക്കെ കിട്ടിയിട്ട് അവസാനം ആത്മഹത്യ ചെയ്തില്ലേ, പണിയൊന്നുമില്ലാതെ? ഇതപ്പോഴാണോ പറയേണ്ടത്? ഹാഷിം ശിഹാബ് തങ്ങൾ, ആറ്റക്കോയ പള്ളിക്കണ്ടി, MG അശോകൻ, സംവിധായകൻ PK ബാബുരാജ്, MP ഷാഹുൽ ഹമീദ്, ഡോക്ടർ K പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. അയോധ്യ മുതൽ പാരീസ് വരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. TP സുകുമാരൻ നായർ രചിച്ച പുസ്തകം സാഹിത്യകാരൻ UK കുമാരൻ സുമിത്ര ജയപ്രകാശിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ബുക്സ് പ്രസിദ്ധീകരിച്ച TP സുകുമാരൻ നായരുടെ യാത്രാ വിവരണ ഗ്രന്ഥം അയോധ്യ മുതൽ പാരീസ് വരെ സാഹിത്യകാരൻ UK കുമാരൻ പ്രകാശനം ചെയ്തു. സുമിത്ര ജയപ്രകാശ് ഏറ്റുവാങ്ങി. PV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, CMS കേരള ഭവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനോഹര സൗധം, സ്നേഹാലയം എന്നറിയപ്പെടുന്ന ഒരു അഗതി മന്ദിരത്തിൻ്റെ ഒരു പ്രൊജക്റ്റ്, വേറൊരു സ്കൂളിന് വേണ്ടി സ്ഥലം വാങ്ങി പ്ലാനെല്ലാം തയ്യാറാക്കി പണി ആരംഭിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാം വളർച്ചയിൽ ശ്രീ സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞങ്ങളോടൊപ്പം പ്രജിത് ജയ്പാൽ, കോഴിക്കോട് ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ നായർ, കഥാകൃത്ത് PM ശ്യാമള, M മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. T വിശ്വനാഥൻ നായർ കവിത ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹനുമാൻ സേന ഭാരതത്തിന്റെ സാംസ്കാരിക സമ്മേളനവും കിറ്റ് വിതരണവും നടത്തി. ഹനുമാൻ സേന ഭാരതത്തിന്റെ കീഴിലുള്ള ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഹനുമാൻ സേന ഭാരതിന്റെ കീഴിലുള്ള ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും വിഷുദിനത്തോടനുബന്ധിച്ച് കിറ്റ് വിതരണവും നടത്തി. കോഴിക്കോട് ശിക്ഷക് സദൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. അയോധ്യ സന്ദർശിക്കാത്ത എല്ലാവരെയും രാമജന്മഭൂമി ക്ഷേത്ര ദർശനത്തിന് യാത്ര സംഘടിപ്പിക്കുമെന്ന് ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ ഭക്തവത്സലൻ പറഞ്ഞു. നമ്മളാൽ കഴിയുന്ന 100 രൂപ കിട്ടിയാൽ 1000 രൂപ കൊണ്ട് എന്തൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് സഹായിക്കാൻ സാധിക്കും. അതിനിടെ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കണം, സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യണം, ജയിൽവാസം അനുവദിക്കുന്നവർക്ക് ജയിൽവാസം അനുവദിക്കണം. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ഇത് വിജയശ്രാളിത ആവുന്നത് വരെ പോരാടുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് ഹനുമാൻ സേന ഭാരത്. പിന്നോക്ക ഹിന്ദു മുന്നണി പ്രസിഡന്റ് P റിലേഷ് ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
ശ്രീരാമചന്ദ്രനും ഭാരതീയ സംസ്കാരവും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആചാര്യ പ്രേംകുമാർജി സംസാരിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദശാവതാര മൂർത്തി ഫോട്ടോകൾ എല്ലാ ഭക്തർക്കും അഡ്വക്കേറ്റ് രവിരാജ് വിതരണം നടത്തി. ചടങ്ങിൽ നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. മാമിയിൽ സുനിൽകുമാർ, കെ ശ്രീകല, ആർട്ടിസ്റ്റ് ശങ്കർ, ശശി രാമനാട്ടുകര, PK വേലായുധൻ വൈരാഗി മഠം എന്നിവർ സംസാരിച്ചു. കെ സുരേന്ദ്രൻ സ്വാഗതവും അനിൽജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടക്കാവ് രാരിച്ചൻ റോഡ് ശ്രീ വടക്കില്ലത്ത് പരദേവതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും 2 ദിവസങ്ങളിലായി നടന്നു. ആഘോഷവരവുകളും കലാപരിപാടികളും ഉത്സവ ദിനങ്ങളെ ഭക്തിപൂർണമാക്കി. കോഴിക്കോട് നടക്കാവ് രാരിച്ചൻ റോഡ് ശ്രീ വടക്കില്ലത്ത് പരദേവതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം കാരണവർമാരായ വടാശ്ശേരി രാജൻ, വടാശ്ശേരി ദിനേശൻ, വടാശ്ശേരി മനോജ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വിവിധ പൂജകൾ നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ബാബു, സെക്രട്ടറി വിജയകുമാർ നങ്ങേത്ത്, ട്രഷറർ രമേശ് ബാബു, ഉത്സവ കമ്മിറ്റി ചെയർമാൻ P പ്രേമരാജൻ, കൺവീനർ വിപിൻ ചന്ദ് K, രക്ഷാധികാരി KV മൃദുൽകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കാലത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് വൈകിട്ട് കാവുണർത്തൽ, അതിനുശേഷം പ്രദേശത്തെ കലാകാരികളുടെ നൃത്യങ്ങളും കൊല്ലം വെളിയം ജീവ എന്റർടൈനേഴ്സ് അവതരിപ്പിക്കുന്ന പുണ്യപുരാണ ഡാൻസ്, ഡ്രാമ പാണ്ഡവേയം അരങ്ങേറി. താലപ്പൊലി മഹോത്സവ ദിവസം കാലത്ത് കലശം എഴുന്നള്ളത്ത് തയാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പ്രസാദ ഊട്ട്, തിരുവുടയാട എഴുന്നള്ളത്ത്, ഉച്ചപൂജ, പ്രസാദ ഊട്ട്, തുടർന്ന് ചെണ്ടമേളം, കരകാട്ടം, വിളക്കാട്ടം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ആഘോഷവരവിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. തുടർന്ന് രാത്രി സെപ്റ്റക് മ്യൂസിക് ബാൻഡ് കാലിക്കറ്റിന്റെ മെഗാ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയെ ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് EDയെ പേടിച്ചല്ല, മറിച്ച് RSS വലയത്തിലായതിനാലാണെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക പിൻവലിക്കണമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റംസാൻ സന്ദേശം എന്ന പുസ്തകത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.